നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് നിത്യജ്യോതിഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ദിവസം, അതായത് 2025 മാർച്ച് മാസം 24-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 10-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഉത്രാടം നക്ഷത്രവുമാണ്. തിങ്കളാഴ്ച ഉത്രാട നക്ഷത്രം, അതായത് ശുഭദിനം, ശുഭദിവസം, അതുപോലെ ശുഭനക്ഷത്രം, ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന നല്ല ഒരു ദിവസമാണ് നിങ്ങൾക്ക്. ഒരാഴ്ച ആരംഭമാണ്. നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വളരെ അനുകൂലപ്രദമായ ദിവസമായതുകൊണ്ട് നമുക്ക് ഒരാഴ്ചയ്ക്കുള്ള ഓട്ടത്തിൻ്റെ ആരംഭമാണ്. അപ്പോൾ ഈ ദിവസം കൊള്ളാമെന്നുള്ളത് കൊണ്ട് ഈ ആഴ്ച ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും. ആദ്യ ദിവസമേ പ്രശ്നമാണെങ്കിൽ അങ്ങോട്ട് വേണ്ട ദിവസങ്ങളും ആ പ്രശ്നത്തിൽ കുരുങ്ങിപ്പോവും. അപ്പോൾ ശരിക്ക് ജ്യോതിഷശാസ്ത്രപ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ സൂര്യൻ പ്രപഞ്ചത്തിൻ്റെ പിതാവാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ മാതാവാണ് ചന്ദ്രൻ. കാരണം ഭൂമിയുമായിട്ട് ഇത്രയും ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് ഗ്രഹങ്ങൾ വേറെയില്ല. അപ്പോൾ ചന്ദ്രൻ്റെ ദിവസമാണ് ശരിക്കും മാതാവിൻ്റെ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ദിവസം അത്ര ഭാഗ്യദായകമാണ്. അപ്പോൾ എന്ത് കാര്യത്തിനും നമുക്ക് ഇറങ്ങാം. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് ഉത്രാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഒരു വാർഷിക ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. കാരണം ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. വളരെ സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. പ്രധാനമായിട്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാനോ വാങ്ങാനോ അനുകൂലപ്രദമായ സമയമാണ്. നമുക്കൊരു വീട് വയ്ക്കണം എന്നുള്ളത് യാതൊരു വ്യക്തിയുടെയും ഒരു പാർപ്പിടം എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അത് വലുതും ചെറുതും എന്നുള്ളത് സെക്കൻഡ്. ഒരു മുറിയുടെ ആയാലും എനിക്കൊരു എൻ്റെ വീട്, സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള ആഗ്രഹമില്ലാത്ത ആരും കാണില്ല. എല്ലാ ജീവികൾക്കും ഒരു താവളം ഉണ്ടാവും. പക്ഷിയാവട്ടെ രാവിലെ പറന്ന് എവിടെ പോയാലും തിരിച്ച് ആ സ്ഥലത്തേക്ക് തിരിച്ച് പറന്ന് വരും. മൃഗങ്ങളായാലും അവരും ഒരു വാസസ്ഥലം കണ്ടുപിടിക്കും. അവിടെ ആയിരിക്കും ഇവരെവിടെയൊക്കെ പോയാലും തിരിച്ച് വന്ന് അവിടെ സ്റ്റേ ചെയ്യും. മനുഷ്യനും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു വാസസ്ഥലം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വാസസ്ഥലം എന്നത് എല്ലാവരുടെയും ആഗ്രഹം. അതിന് അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. നിങ്ങൾ ഇറങ്ങുക, അത് വിജയിക്കും. അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ വാഹനം ക്രയവിക്രയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, വിദേശത്ത് പോകാനും അല്ലെങ്കിൽ വിദേശത്ത് നിൽക്കുന്നവർ മൈഗ്രേറ്റ് ചെയ്ത് പോകാനും അനുകൂലപ്രദമായ ഒരു കാലയളവാണ്. അതുപോലെ പഠിക്കാനായിട്ട് ഉപരിപഠനത്തിന് പുറത്ത് പോയി പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മുമ്പ് ശ്രമിച്ച് പരാജയപ്പെട്ടെങ്കിലും ഇനി നിങ്ങൾക്ക് അനുകൂലപ്രദമായ സമയമാണ്. അതുപോലെ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ് ഒക്കെ ആണെങ്കിൽ പോലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നിങ്ങൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാവുകാലം എന്ന് പറയുന്നത് നമ്മൾ യാത്ര തുടങ്ങുന്ന സമയം. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വന്നു പോയാൽ ആ ദിവസം തന്നെ നമുക്കത്ര ശുഭമല്ലാതെ പോകും. അതുകൊണ്ടാണ് രാവുകാലം നോക്കി പോകാൻ പറയണേ. രാവുകാല സമയം വരുന്നത് 8:02 തൊട്ട് രാവുകാലം തുടങ്ങിയാണ്. കലണ്ടറിൽ 7 എന്നാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ 9 മണിക്ക് തീരൂല. 9:32 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ ഏകദേശം അരമണിക്കൂറിലേറെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ രാവുകാലം കലണ്ടർ നോക്കി പോവുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് രാവുകാലത്തിലായിരിക്കും ചെന്ന് വഴുന്ന് ചെയ്യണത്. അതുപോലെ ഒട്ടും പാടില്ലാത്ത രണ്ട് സമയമാണ് യവകണ്ഠകാലവും ഗുളികകാല സമയവും. അത് പ്രപഞ്ചത്തിൽ തന്നെ നെഗറ്റീവ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സമയമാണ്. ആ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. ഗുളികകാല സമയം ഉച്ചയ്ക്ക് 2 മണി മുതൽ ശരിക്കും 3:30 മണി വരെയും, യമകണ്ഠകാല സമയം ശരിക്ക് 11 മണി മുതൽ 12:30 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം ഇന്നും ശരിക്ക് 12:07 തൊട്ട് 12:55 വരെ ഉണ്ട്. ഇതിലൊരു 4 മിനിറ്റ് നേരം ഇടയ്ക്ക് അഭിജിത്ത് മുഹൂർത്തം ഇല്ലാതെ ഉണ്ട്. 44 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രത്യേകം പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും നമുക്ക് ആ പ്രപഞ്ചത്തിലുള്ള ചൈതന്യം നമ്മളിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണേ.
അല്ലെങ്കിൽ മറ്റ് വസ്ത്രം കൊണ്ട് നമ്മളിങ്ങനെ മൂടിയിരിക്കും, നമുക്ക് കുറച്ച് ഭാഗം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഷൂ ഒക്കെ ഇടുന്നവരാണെങ്കിൽ കാല് പൊതിഞ്ഞിരിക്കും. ഫുൾ കൈ വസ്ത്രം എന്നെ പോലെ ധരിക്കുന്നവരാണെങ്കിൽ കൈയുടെ കുറച്ച് ഭാഗം മാത്രമേ വെളിയിൽ കാണുകയുള്ളൂ. കഴുത്ത് വരെ നമ്മൾ വസ്ത്രം ഇട്ടിട്ട് ഫേസ് മാത്രമേ വെളിയിൽ കാണുകയുള്ളൂ. അപ്പോൾ കൂടുതൽ ഭാഗവും നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കയറില്ല. ആ പോസിറ്റീവ് എനർജി നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടി അന്നത്തെ ദിവസത്തിൻ്റെ ആ ഗ്രഹത്തിൻ്റെ സ്വാധീനമുള്ള കളറ് ധരിക്കുന്നത് നന്നായിരിക്കും. വെള്ള കളറോ അല്ലെങ്കിൽ ശരിക്കും പേളിൻ്റെ കളറോ അതേപോലെയുള്ള വസ്ത്രധാരണം നടത്തുന്നത് വളരെ ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിട വരും. അപ്പോൾ ശരിക്ക് ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.